ക്ലാസ്സിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഫീച്ചേഴ്സ് കണ്ടു, ഗ്രൂപ്പിംഗ് എന്താണെന്ന് കണ്ടു, കോഡിഫിക്കേഷൻ എന്താണെന്ന് കണ്ടു, അല്ലെ? ഇത്തരം ടോപ്പിക്സുകളൊക്കെ നമ്മൾ നോക്കി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്താണ് സെക്യൂരിറ്റി ഫീച്ചർ? അപ്പൊ നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫോണിൽ തന്നെ, മൊബൈൽ ഫോണുകളിൽ തന്നെ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, അല്ലെ? അപ്പൊ എന്തൊക്കെ തരം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്? നമുക്കിപ്പോ പാറ്റേൺ ലോക്ക് ഉണ്ട്, പിൻ ഉണ്ട്, പിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അതുപോലെ ഫേസ് ലോക്ക് ഉണ്ട്, ഫിംഗർ ലോക്ക് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് മൊബൈൽ ഫോണിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ നമ്മുടെ ഫോണിൽ എന്തിനാണ് നമ്മൾ ലോക്ക് വെക്കുന്നത്? നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കും, അല്ലെ? അത് മറ്റൊരാൾ കാണാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾ അത് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എന്തെങ്കിലും മൊബൈൽ ഫോൺസിലൊക്കെ നമ്മൾ സെക്യൂരിറ്റി പാസ്വേഡ് ലോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത്. അതേപോലെ തന്നെയാണ് സിസ്റ്റം യൂസ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ മാനുവലി നമ്മൾ കീപ്പ് ചെയ്യാണ്. ബുക്ക് കീപ്പിംഗ് ആണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് എടുത്തു നോക്കാം. ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെ? ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയ സമയത്ത് നമുക്ക് ഈ ഡാറ്റ സെക്യൂരിറ്റി ഈസിയാണ്. എങ്ങനെയാ? നമുക്കിപ്പോ ഒരു ബിസിനസ് ഫേമിൽ എല്ലാവർക്കും വന്ന് അങ്ങ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെതായ ആൾക്കാർക്ക് മാത്രമേ അത് ചെക്ക് ചെയ്ത് വാല്യൂ ചെയ്ത് കണക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ആൾക്കാർക്ക് മാത്രമേ അത് നോക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ അത് മറ്റൊരാൾക്ക് അവരുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ഓൾ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി കെപ്റ്റ് സേഫ് ആൻഡ് സെക്യൂർ. സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. Okay, any unauthorized access to this information may have an adverse effect. നമ്മുടെ ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ട്സിൽ തന്നെ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ തിരിക്കുന്നുണ്ടാവും. കാരണം ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കും അതിന്റെ സീനിയേഴ്സിനും മാത്രമേ അല്ലെങ്കിൽ അതിന്റെ ഹയർ അതോറിറ്റീസിനും മാത്രമേ അതിന്റെ ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആയിരിക്കാൻ, ഡാറ്റ സെക്യൂരിറ്റി ആണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡാറ്റ സെക്യൂർഡ് ആയിരിക്കണം, സേഫ് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പാസ്വേഡ് സെക്യൂരിറ്റി ആണ്, അല്ലെ? നമുക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം പാസ്വേഡ് സെക്യൂരിറ്റി എന്താണ്. നമ്മളിപ്പോൾ ഫോണിലൊക്കെ നമ്മളൊരു പാസ്വേഡ് വെക്കും, അല്ലെ? ഇപ്പോൾ ഒരു പിൻ ആയിക്കോട്ടെ, ഒരു ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സെക്യൂരിറ്റി ലോക്സിനെ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ സെക്യൂർ ചെയ്യുന്നതിനെയാണ് പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പാസ്വേഡ് ഈസ് എ മെക്കാനിസം വിച്ച് റെസ്ട്രിക്ട്സ് ദ ആക്സസ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആൻഡ് ഡാറ്റ ടു ദ യൂസർ ഓൺലി. അതായത് നമ്മളൊരു സിസ്റ്റം, ചില സമയത്ത് നമ്മളൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പാസ്വേഡ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ യൂസേഴ്സിന് മാത്രമായിരിക്കും അതിന്റെ ആക്സസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ബൈ സെറ്റിംഗ് പാസ്വേഡ്സ് എ പേഴ്സൺ ഇൻ ആൻ ഓർഗനൈസേഷൻ മേ ബി ഗിവൺ ആക്സസ് ടു എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റ. ഒരു കമ്പനിയിൽ എല്ലാവർക്കും എല്ലാത്തിന്റെ ആക്സസ് അല്ലെങ്കിൽ എല്ലാ ഡാറ്റാസും കീപ്പ് ചെയ്യാൻ കൊടുക്കുമോ? ഇല്ല. ഓരോ സെറ്റ് ഓഫ് ഡാറ്റയാണ് ഓരോരുത്തർക്കും കൊടുക്കുക, അല്ലെ? അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ യൂസർ ആ ഒരു വ്യക്തി മാത്രമായിരിക്കും. അപ്പൊ ആ ഒരു വ്യക്തിക്ക് മാത്രം കാണുന്ന രീതിയിലേക്ക് ആ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാസ്വേഡ് സെക്യൂരിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. വൈ ഹി മേ ബി ഡിനൈഡ് ആക്സസ് ടു അനദർ സെറ്റ് ഓഫ് ഡാറ്റ. ഒരിക്കലും വേറൊരു ഡാറ്റ അവർക്ക് അനുവദിച്ചു കൊടുക്കില്ല. അപ്പൊ ഈ ഒരു നമുക്ക് തന്ന ഡാറ്റയുടെ മാത്രം കാര്യങ്ങൾ സൂക്ഷിക്കാനും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാത്രം കാണുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്വേഡ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നത്. മറ്റൊരാളുടെ ഡാറ്റ എടുത്തിട്ട് നമുക്ക് നോക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, പാസ്വേഡ് ഈസ് ദ കീ ഓർ കോഡ് ടു അലോ ദ ആക്സസ് ടു ദ സിസ്റ്റം. നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു കോഡ് നമ്മൾ അതിൽ ആക്സസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് യൂസ് ചെയ്ത് മാത്രമേ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സിസ്റ്റം ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പാസ്വേഡ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ പാസ്വേഡ് സെക്യൂരിറ്റി എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇതൊന്നും നമ്മൾ എടുത്ത് പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല, നമ്മളൊക്കെ നിത്യേന യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ പാസ്വേഡ് സെക്യൂരിറ്റി ഒക്കെ. അപ്പൊ ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതാവുന്ന ഒരു ടോപ്പിക് ആണ്. ഇപ്പൊ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഭാവനയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് ആണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളത്. ഇനി അപ്പൊ ഫസ്റ്റ് വൺ പാസ്വേഡ് സെക്യൂരിറ്റി ആയിരുന്നു. നെക്സ്റ്റ് വൺ എന്താ? ഡാറ്റ ഓഡിറ്റ്. അടുത്ത ഡാറ്റ ഓഡിറ്റ് എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദിസ് ഫെസിലിറ്റി ഹെൽപ്സ് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ടു ദ പേഴ്സൺ ഹു ഹാസ് മാനിപ്പുലേറ്റഡ് ദ ഡാറ്റ ആൻഡ് thereby answers data integrity. അപ്പൊ ഇതിനകത്ത് ആരാണോ വ്യത്യാസം വരുത്തുന്നത് ആ വ്യക്തികൾക്ക്, ഇപ്പൊ നമുക്കൊരു ഡാറ്റ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മളൊരു ഡാറ്റ കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കൊടുക്കും. അപ്പൊ ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കും ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്തുന്നത്. അപ്പൊ ഒരു ആൾക്ക് നമുക്ക് അത് ഉത്തരവാദിത്തം കൊടുക്കാനും പറ്റും, നമുക്ക് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഡാറ്റയെ കീപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്ന ഫീച്ചർ, സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ നമുക്കൊരു ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആ ഡാറ്റ നമുക്ക് ഒരാളെ ഏൽപ്പിക്കാനും ആ ഡാറ്റയുടെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചർ കൊണ്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ക്ലിയർ അല്ലേ? അപ്പൊ പാസ്വേഡ് സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു, ഡാറ്റ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഡാറ്റ വോൾട്ട് ആണ്. ഓക്കെ, എന്താണ് ഡാറ്റ വോൾട്ട്? Accounting software provides additional security through data vault. ഇപ്പൊ നമുക്കൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമുക്കൊരു സിസ്റ്റം മാത്രം പോരാ അക്കൗണ്ട്സ് ചെയ്യാൻ, അതിന് എന്തുകൂടെ വേണം? സോഫ്റ്റ്വെയർ കൂടെ വേണം അല്ലെ? അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയറിന് ഡാറ്റ വോൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഡീഷണൽ സെക്യൂരിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അടുത്ത എന്താ പറയുന്നത്? വോൾട്ടിംഗ് വിൽ സേവ് ഡാറ്റ ഇൻ എൻക്രിപ്റ്റഡ് ഫോം ടു എൻഷുർ ഇറ്റ് സെക്യൂരിറ്റി. നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു രഹസ്യ കോഡുകളായിട്ട് ഇതിനെ മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഡാറ്റ വോൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡാറ്റ വോൾട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Encryption essentially scrambles the information so as to make its interpretation extremely difficult or impossible. നമ്മൾ നേരത്തെ ഇതെന്താ പറയണേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അല്ലേ? വോൾട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രത്യേകം കോഡുകളാക്കി ഇതിനെ മാറ്റുന്നുണ്ട്. അപ്പൊ അത് മറ്റൊരു വേറെ ആരെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സോഫ്റ്റ്വെയർ വേറെ ആരെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റയെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കോഡായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് എന്താണ്? അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡാറ്റ വോൾട്ട് എന്നുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആരാണോ അത് യൂസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെ ആ ഒരു പഴയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്. അപ്പൊ 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. മേ ബി വൺ വേർഡ് ആയിട്ടും ചോദിക്കാം, അല്ല 1 മാർക്കിനായിട്ടും നമുക്ക് ചോദിക്കാം. എന്താണ് ഡാറ്റ ഓഡിറ്റ് അല്ലെങ്കിൽ ഡാറ്റ വോൾട്ട് എന്താണ് എന്നുള്ളതൊക്കെ 1 വേർഡ് ആയിട്ടും നമുക്ക് ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ അതിന്റെ എല്ലാ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമന്റ് ബോക്സിലൂടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.